ഞങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ, അത് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. രണ്ട്, ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലുണ്ടായ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എന്താ ഉറക്കം വരുന്നു? എന്തിനാണ് ഈ വിവാദമൊക്കെ വന്നതെന്ന് ചോദിച്ചാൽ, ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ശബരിമല സ്വർണ്ണക്കൊള്ള കൂടുതൽ സ്ക്രീൻ ടൈം കിട്ടാതിരിക്കാൻ വേണ്ടി ഇവർ ഓരോ ആളുകളെ കൊണ്ട് ഓരോ ദിവസവും വർഗീയത വർദ്ധിപ്പിച്ച് സ്ക്രീൻ ടൈം മാറ്റുകയാണ് എന്നുള്ളത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങൾ അതിര് കിടക്കുന്നു, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇവിടെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ശ്രീ കെ എം ഷാജിയെ കുറിച്ച് പലകുറി ഇവിടെ പറയുന്നത് കേട്ടു. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, നിങ്ങൾ ഈ പറയുന്ന പ്രസംഗം കെ എം ഷാജി നടത്തിയത് 2021-ലാണ്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് വരെ ശ്രീ എം വി ഗോവിന്ദൻ മാഷ് എല്ലാ ആഴ്ചയും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര പാർട്ടിയാണ്, മുസ്ലിം ലീഗിലുള്ളവരെല്ലാം മതേതരവാദികളാണ്, അവർക്ക് അവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് റെഡ് കാർപ്പറ്റ് ഇട്ട് സ്വീകരിക്കാൻ വേണ്ടി കാത്തുനിന്ന എം വി ഗോവിന്ദ മാഷിനെ നമുക്കറിയാം. 2022 അദ്ദേഹത്തിന്റെ പ്രസ്താവന ഞാൻ ശ്രീ അഭിലാഷിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. 2023 ഈ പ്രസ്താവന ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിയെ 2021 കെ എം ഷാജി പറഞ്ഞത് നിങ്ങൾക്ക് അന്ന് വർഗീയമായി തോന്നി? 2021 ഷാജി പറഞ്ഞത് മതമാണ് പ്രശ്നം എന്ന പ്രസംഗമാണ്. ഇപ്പോ കെ ടി കുഞ്ഞിക്കണ്ണൻ ഉദ്ധരിച്ചത് ഈ അടുത്ത കാലത്ത് നടന്ന അടുത്ത ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണെന്ന പരാമർശമാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ടും പറയുന്നുണ്ടല്ലോ ഇവർ ഇത് മാത്രമല്ല പറയുന്നത്, ഇത് രണ്ടും പറയുന്നുണ്ടല്ലോ. ഇത് രണ്ടും പറയുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഈ മതമാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ 2021 നിങ്ങൾക്കത് വർഗീയതയായി തോന്നിയില്ല, 22-ലും തോന്നിയില്ല, 23-ലും തോന്നിയില്ല, 24-ലും തോന്നിയില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും മുസ്ലിം ലീഗിനെ പിടിക്കാൻ പറ്റില്ല എന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് മുസ്ലിം ലീഗിനെ എങ്ങനെയെങ്കിലും വർഗീയ പാർട്ടിയാക്കി ചിത്രീകരിക്കണമെന്ന് CPM-ന് തോന്നി തുടങ്ങിയത്. അതിനുശേഷം അവരുടെ നയമാറ്റവും വ്യക്തമാണ്. പിന്നെ കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് മാഫിയയെ പറ്റിയൊക്കെ പറയുമ്പോൾ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ കോഴിക്കോടുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനിനി അതിനകത്ത് കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. കാരണം കോഴിക്കോട് നഗരത്തിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയയും സ്ഥാപനങ്ങളും ഒക്കെ തുടങ്ങിയത് ആരാണെന്നുള്ളതും അവരുടെ രാഷ്ട്രീയ ബന്ധം എന്താണ് എന്നുള്ളതും അവർക്ക് ബേപ്പൂരുമായിട്ടുള്ള ബന്ധങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ കോഴിക്കോട് അങ്ങാടിയിൽ പാട്ടാണ്. അതുകൊണ്ട് അത് CPM-നുള്ളിലും പാട്ടാണ്, CPM-ന്റെ വലിയ വിഭാഗീയതയ്ക്ക് വരെ കാരണമാണ്. അതുകൊണ്ട് കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കാര്യമൊന്നും ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ അധികം ഇവിടെ പറയണ്ട. അതിന്റെ അടുത്ത ഘട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറയേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുക, ശ്രീ കെ ടി ചർച്ചയിൽ പറയണം. ഇവൻ അടുത്തിടിക്കുള്ള ടെൻഡർ ക്ഷണിക്കും. ഇതുപോലുള്ള ചർച്ചയിൽ അതൊക്കെ ഞാൻ അതുകൊണ്ട് തന്നെ പറയാം, അതുകൊണ്ട് തന്നെ പറയാം. അതായത് വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയണം. അതായത് കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് എന്നെക്കൊണ്ട് താങ്കളുടെ മന്ത്രിയെ ചീത്ത CPM-ന്റെ ഗ്രൂപ്പ് വഴക്ക് തീർക്കാൻ നിൽക്കണ്ട. CPM-ന്റെ ഗ്രൂപ്പ് വഴക്ക് തീർക്കാൻ നിൽക്കണ്ട. CPM-ന്റെ ഗ്രൂപ്പ് വഴക്ക് തീർക്കാൻ നിൽക്കണ്ട. CPM-ന്റെ ഗ്രൂപ്പ് വഴക്ക് തീർക്കണ്ട. കാരണം കോഴിക്കോട് നഗരത്തിൽ പണം കഴിഞ്ഞ 10 കൊല്ലം പണം ഉണ്ടാക്കിയവരുടെ ലിസ്റ്റ് എടുത്താൽ ആരാണ് ഉള്ളത് എന്നും കോഴിക്കോട് നഗരത്തിൽ ചില എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊങ്ങിയപ്പോ അതിന്റെ പിറകിൽ ആരാണ് ഉള്ളത്, അവരുടെ ബന്ധങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ കോഴിക്കോട് അങ്ങാടിയിൽ എല്ലാവർക്കും അറിയാം. അതൊന്നും എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട. എന്റെ പൊന്ന് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, CPM-ന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് കൂടുതൽ ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ പ്രശ്നമല്ല അത്, നിങ്ങളുടെ അവിടുത്തെ ഗ്രൂപ്പ് തർക്കം രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ. വിഷയം മാറിപ്പോയില്ലേ? ഒരു പുകമറയില്ല, പുകമറയൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. രണ്ടാമത്തെ കാര്യത്തായിട്ട് വരികയാണ്. നിങ്ങളിവിടെ ഇപ്പോ ശ്രീ പ്രേംകുമാർ എന്റെ കാര്യം എന്തോ ഇവിടെ പറയുന്നത് കേട്ടു. ശ്രീ പ്രേംകുമാർ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനൊക്കെ ആരാണ്? അവിടുത്തെ ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ഒക്കെ ആയ വ്യക്തി റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനായി കോടിപതി ആയത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാൻ കെ ടി കുഞ്ഞിക്കണ്ണൻ. ഇത് ഞാൻ തന്നെ കോഴിക്കോട് വന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അത് ഇന്നത്തെ സാഹചര്യത്തിൽ അതൊരു വിഷയമല്ല, ചർച്ച ചെയ്യേണ്ടി വന്നാൽ അത് പറയാം. രണ്ട്, ശ്രീ പ്രേംകുമാർ ഇവിടെ പറഞ്ഞു എന്നെ പറ്റി എന്തൊക്കെ പറയുന്നു കേട്ടു. ശ്രീ പ്രേംകുമാർ, ഈ കഴിഞ്ഞ ആഴ്ച വരെ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ചർച്ചയ്ക്കിരുന്ന ഇടതുപക്ഷ സഹയാത്രികൻ എന്നെ പുലഭ്യം പറഞ്ഞു, VD സതീഷിനെ പുലഭ്യം പറഞ്ഞ ആള് പുലഭ്യം പറഞ്ഞതിന്റെ പിറ്റേന്നാൾ രാവിലെ വന്നപ്പോ BJP-യുടെ രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പ് മേടിക്കുന്നതാണ് ഞാൻ കണ്ടത്.
എന്നിട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ CPM-ന്റെ കൂടെ നിൽക്കുമ്പോഴും എന്റെ മനസ്സിലുള്ളത് BJP-യുടെ ഐഡിയോളജി ആയിരുന്നു എന്നാ പറയുന്നത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ സ്വഭാവം എന്താണ് എന്നുള്ളതൊക്കെ ഞങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ ചാരി അത് പറയാൻ നിൽക്കണ്ട. രാഷ്ട്രീയ നിരീക്ഷകർ ആരാണെന്നുള്ളത് അറിയാം. ഞങ്ങൾക്ക് വളരെ കൃത്യമാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഐഡിയോളജി കൃത്യമാണ്. ഞങ്ങൾ CPM-ന്റെ ദുർഭരണത്തിനെതിരായിട്ടാണ് ഇവിടെ ക്യാമ്പയിൻ ചെയ്യുന്നത്. CPM നടത്തിയ കൊള്ളയ്ക്കെതിരായിട്ടാണ് ക്യാമ്പയിൻ ചെയ്യുന്നത്. CPM അനാവശ്യമായി നാടിനെ വെട്ടിമുറിക്കാൻ നടക്കുന്ന വർഗീയ വിഭജനത്തിനെതിരാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ജനം ഞങ്ങളെ സ്വീകരിക്കുമെന്ന വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. ശരി, അങ്ങനെ ഒരു സാമുദായിക സംഘടനകൾ ഞങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു, പാർട്ടിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു എന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. ഒന്ന്, മന്നത്ത് പത്മനാഭന്റെ പ്രസ്ഥാനത്തിനും R ശങ്കറിന്റെ പ്രസ്ഥാനത്തിനും കോൺഗ്രസിനോട് യുദ്ധം ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു സാഹചര്യവും ഇന്നുമില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ സാമുദായിക സംഘടനകളുമായി ഞങ്ങൾക്ക് ആർക്കും ഒരു യുദ്ധമില്ല എന്നുള്ളത് ആദ്യമേ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത്രയും തിരഞ്ഞെടുപ്പിന്റെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ CPM ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരുടെ സർക്കാരിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ ആരും കേൾക്കുന്നില്ല. കാരണം മുഴുവനായി തന്നെ ഈ സമുദായം അല്ലെങ്കിൽ മതം, വർഗീയത, കലാപം എന്നുള്ളതല്ലാതെ CPM-ന്റെ ഭാഗത്ത് നിന്ന്, നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു പ്രസ്താവന ഉണ്ടായതായി നമ്മൾ ആരും കരുതുന്നുമില്ല. ഇപ്പോൾ ഇതിനൊരു തുടർച്ചയുണ്ട്, ഇതിനൊരു പാറ്റേൺ ഉണ്ട് അഭിലാഷ്. ഇത് ഏതെങ്കിലും ഒരു സജി ചെറിയാൻ ഒരു ദിവസം രാവിലെ വന്ന് നിഷ്കളങ്കനായി അങ്ങ് പറഞ്ഞതല്ല. കാരണം ഇത് CPM തുടരുന്ന ഒരു പാറ്റേൺ ശ്രദ്ധിക്കണം. ഒന്ന്, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് ദ ഹിന്ദു ദിനപത്രത്തിന് ഒരു അഭിമുഖം കൊടുത്തത്. ആ ഹിന്ദു ദിനപത്രത്തിന്റെ അഭിമുഖം എത്രമാത്രം അപകടകരമാണ് എന്നുള്ളത് നമ്മൾ വായിച്ചതാണ്. അപ്പോൾ മുഖ്യമന്ത്രി അതിനുശേഷം പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞില്ല, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പറഞ്ഞത് ഇത് ഞങ്ങൾ എഴുതി കൊടുക്കാത്ത ഒരു സാധനം അവർ പ്രിന്റ് ചെയ്തതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1.5 കൊല്ലമായി ആ പ്രിന്റിംഗ് കിടന്നിട്ട് ഇന്നേ വരെ ദ ഹിന്ദു ദിനപത്രത്തിനെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ടോ ഇതുപോലെ ഓരോ തന്തമാരുണ്ടായാൽ മതി, മക്കളുടെ മനസ്സമാധാനം കംപ്ലീറ്റ് പോകും എന്ന് പറഞ്ഞാൽ ആ ദിനപത്രത്തിൽ വന്ന ആർട്ടിക്കിളിനെ അവർ എൻഡോഴ്സ് ചെയ്യുകയാണ്. 2, ശ്രീ AK ബാലൻ, അദ്ദേഹം 2 അപകടകരമായ പ്രസ്താവന നടത്തി. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. യാതൊരു വിധത്തിലുമുള്ള ഉത്തരവാദിത്തമില്ലാത്ത, യാതൊരു വിധത്തിലുമില്ല വസ്തുതയില്ലാത്ത ഒരു പ്രസ്താവനയാണ് ശ്രീ AK ബാലൻ നടത്തിയത്. തള്ളി പറയാൻ ഇതേവരെ CPM തയ്യാറായിട്ടില്ല. 2, ശ്രീ AK ബാലൻ പറയുന്നത് മുസ്ലിം ലീഗിന് എതിരായിട്ട് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷ സമുദായത്തിനെ അകറ്റി നിർത്തിക്കൊണ്ട്, വകഞ്ഞു മാറ്റിക്കൊണ്ട് നിർത്താൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പോഴും ഇവരാരും തള്ളി പറയുന്നില്ല എന്നുള്ളത് അറിയാം. മാറാട് കലാപം എന്ത് കോണ്ടക്സ്റ്റാ എനിക്കതാ മനസ്സിലാവാത്ത. കേരളത്തിൽ ഒരു കലാപത്തിന്റെയോ അത് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ഒരു കോണ്ടക്സ്റ്റ് ഉണ്ടോ? ഒരു കോണ്ടക്സ്റ്റും ഇല്ലാത്ത ഒരു ദിവസം രാവിലെ AK ബാലൻ വന്നിട്ട് പറയുകയാണ് മാറാട് കലാപം ഓർമ്മയില്ലേ എന്ന്. അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താണ്, ഇന്റൻഷൻ എന്താണ്? അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. മൂന്നാമതാണ് സജി ചെറിയാന്റെ പ്രസ്താവനയെ നമ്മൾ കാണേണ്ടത്. യാതൊരു വിധം ഇപ്പോ നിങ്ങൾക്കറിയാമല്ലോ, ഓരോ പ്രദേശത്തും അവിടെ ജയിച്ചു വന്നവരുടെ ജാതിയും മതവും നോക്കാൻ പോയാൽ നമുക്ക് അതിനെ നേരം ഉണ്ടാവുകയുള്ളൂ. ഞാൻ ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാത്തിനെയും കണക്ക് വെച്ച് വേണമെങ്കിൽ പ്രതിപാദിക്കാൻ തയ്യാറാണ്. ഇപ്പൊ ഈ മലപ്പുറത്ത് തന്നെ സജി ചെറിയാൻ പറഞ്ഞ മലപ്പുറത്ത് CPM നിർത്തിയ കൂടുതൽ കാൻഡിഡേറ്റ്സ് ആരാണ്? നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? അത് ഓരോ പ്രദേശത്തിൻ്റെതായ സാഹചര്യം നോക്കി കാൻഡിഡേറ്റ്സിനെ നമ്മൾ നിർത്തുന്നതാണ്. അതിൽ പോലും ഒരു ആളുടെ പേര് നോക്കി അവിടെ വർഗീയത കാണുന്നത് അതേ നരേന്ദ്രമോദിയുടെ വർഗീയതയാണ്, വേഷം നോക്കി വർഗീയത കാണുന്ന. അപ്പൊ ഇതിനൊരു പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേണിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ഭൂരിപക്ഷ വർഗീയത ഉണ്ടാക്കി, RSSനേക്കാൾ മുകളിൽ ഭൂരിപക്ഷ വർഗീയത ഉണ്ടാക്കി ഭൂരിപക്ഷ പ്രീണനം നടത്തുക എന്നുള്ളതാണ്. KM ഷാജി നടത്തിയ പ്രസ്താവന എന്തായിരുന്നു? KM ഷാജി നടത്തിയ പ്രസ്താവന, അന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മുസ്ലിം വിഭാഗത്തിനെ വേർതിരിച്ച് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം മറ്റെന്തോ വലിയ കുഴപ്പക്കാരാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ നാട്ടിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം സമുദായത്തെ വേർതിരിച്ച് കാണാത്ത ഒരു സർക്കാർ വരുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം അതാണ് പറഞ്ഞത്. ഞാനും അത് പറയുന്നു. ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്ന ഒരു സർക്കാർ ആയിരിക്കില്ല കോൺഗ്രസിന്റെ സർക്കാർ. അത് മുസ്ലിം എന്നല്ല, അത് ഹിന്ദു എന്നല്ല, അത് ക്രിസ്ത്യാനി എന്നല്ല, അത് മതമുള്ളവനെന്നല്ല, മതമില്ലാത്തവനെന്നുള്ളതല്ല, ആരെയും വേർതിരിച്ച് കാണാത്ത ഒരു സർക്കാരായിരിക്കും കേരളം വരാൻ പോകുന്നത്. അതാണ് ശ്രീ KM ഷാജി പറഞ്ഞത്. പിന്നെ ഒരു തരത്തിലുള്ള വർഗീയ പ്രസ്താവനകളെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. ഞങ്ങൾ ആരെങ്കിലും ഒരു വർഗീയതയ്ക്ക് തിരികൊളുത്താൻ വേണ്ടി ഏതെങ്കിലും പ്രസ്താവന നടത്തുന്നുണ്ടോ അഭിലാഷ്? ഞങ്ങൾ ഇവർക്ക് മറുപടി പറയേണ്ട സാഹചര്യമല്ലേ കേരളത്തിലുള്ളത്? ഇവർ പറയുന്ന വർഗീയത, ആ വർഗീയതയ്ക്ക് മറുപടി പറയേണ്ട ഗതികേടിലാണ്. കഴിഞ്ഞ